ചോക്ലേറ്റ് ഇങ്ങനെ ഒഴുകണ കാണുമ്പോൾ ഇതെന്തോ ഒരു വലിയൊരു സംഭവമായിട്ടായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവുക. എന്നാൽ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. UK-യിൽ നിന്നും ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഇപ്പൊ ഇങ്ങോട്ട് ലാൻഡ് ചെയ്തിട്ടുണ്ട്. സോ വെൽക്കം ടു ദുബായ് സീരീസ് എപ്പിസോഡ് 11. ഇന്ന് ഞങ്ങളുടെ കസിന്റെ വീട്ടിൽ വെച്ച് ഞങ്ങൾക്ക് ഒരു കുഞ്ഞ് വിരുന്നുണ്ടായിരുന്നു. ശേഷം ഞങ്ങൾ എല്ലാവരും കൂടി കറാമയിലുള്ള അലവീസ് കഫേയിലേക്കാണ് പോയത്. ഇവിടുത്തെ സെന്റ് സെബാസ്റ്റ്യൻ ചീസ് കേക്ക് വിത്ത് കുനാഫയും ഹേസൽനട്ട് ക്രിസ്പിയാണ് നമ്മൾ ഓർഡർ ചെയ്ത്. കാണാൻ ലുക്ക് ചീസ് കേക്ക് ഒക്കെ ആണെങ്കിലും ഞങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഹേസൽനട്ട് ക്രിസ്പിയാണ്. ഇനി കുറച്ച് ഒതന്റിക് ഈജിപ്ഷ്യൻ ഫുഡ് കഴിക്കാന്ന് വിചാരിച്ച് ഞങ്ങൾ പോയത് അൽഖിയാദയിലുള്ള അൽ പ്രിൻസ് അൽ അമൂർ എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറന്റിലേക്കാണ്. ഇവിടുത്തെ സോസേജ് മിക്സ് ഫത്തേറാണ് നമ്മൾ ഓർഡർ ചെയ്ത്. വലിയൊരു സംഭവമായിട്ട് എനിക്ക് തോന്നിയില്ല. ഇനി തൊട്ടാണ് നമ്മുടെ ഫ്ലൈസിയാണ് ദുബായുടെ ലോക്കൽ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞങ്ങൾ ഫ്യൂച്ചർ മ്യൂസിയവും ജുമേറ വ്യൂവും ദുബായ് ഫ്രെയിമും ഇന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. ജുമേറ വ്യൂ ഇത്ര ഗംഭീര വ്യൂ ആവും ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഓൾഡ് ദുബായ് ന്യൂ ദുബായ് തമ്മിലുള്ള ഡിഫറൻസ് ദുബായ് ഫ്രെയിമിന്റെ മോളിൽ നിന്ന് കാണുമ്പോഴുള്ള ഫീല് കിഡിലനായിരുന്നു. നമ്മളൊക്കെ സ്വന്തം മക്കളെ കെയർ ചെയ്യുന്ന പോലെയാണ് നൗഷാദ് ഓരോ സ്ഥലവും ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത്. അടിപൊളി മനുഷ്യനായിരുന്നു. ഡിന്നർ കഴിക്കാനായിട്ട് ഫ്ലോറയുടെ മാനേജിംഗ് ഡയറക്ടറായ കലാംകാട് കൂടെ ഫ്ലോറെ വെച്ചായിരുന്നു. ഇതിന്റെ ഇടയിൽ എനിക്ക് ചെറുതായിട്ട് പനി വന്നു കഴിഞ്ഞാൽ കഞ്ഞിയും ബീഫും കഴിക്കണം. അതിനായിട്ട് റൂമിന്റെ അടുത്തുള്ള കാലിക്കറ്റ് ഷെഫ് റെസ്റ്റോറന്റിലാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. നല്ല ഫുഡായിരുന്നു. ശേഷം റെസ്റ്റ് എടുക്കാൻ പോയി. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.